ഹായ്. ഇന്ന് കർക്കിടക സംക്രാന്തി പ്രമാണിച്ച് വീടൊക്കെ വൃത്തിയാക്കി. ഇപ്പം ഇന്ന് പൂജ റൂം വൃത്തിയാക്കലാണ് ഞങ്ങളുടെ പണി. അപ്പോൾ മുകളിലൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ തുടച്ച് ചെയ്തും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി താഴെ ഇവിടെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ കർക്കിടക മാസം ആവാറായില്ല, സംക്രാന്തി ആവാറായില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതാ ഇവിടെ വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് ഈ സംഭവങ്ങളൊക്കെ അതിലേക്ക് കയറ്റാനുള്ളതാണ് കേട്ടോ. പറയും വിളക്കും ഉരുളിയൊക്കെ മുകളിലൊക്കെ വൃത്തിയാക്കി. പൂജാ റൂം കസിലെടുത്ത് തുടച്ച് അടിപൊളിയാക്കി. ഭഗവാന്മാരെയൊക്കെ തുടച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും അവിടെ ദേവിമാരുണ്ട്. അപ്പം അങ്ങനെ വൃത്തിയാക്കി. പിന്നെ ഇതിനകത്ത് ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടാണ് എല്ലാം തുടച്ച് അടിപൊളി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ ഭഗവതീനെ കടയിലാണ്. കർക്കിടക സംക്രാന്തി പ്രമാണിച്ച് തീയിടൽ കഴിഞ്ഞു. എന്നുവെച്ചാൽ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടിച്ചു കൂട്ടി തീയിടുക എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ വരാനായിട്ട് മുന്നേ പുറത്തെ പണികൾ ആദ്യം ചെയ്യാണ്. സംക്രാന്തിയായിട്ട് വിളക്കൊക്കെ കഴുകണം. അപ്പോൾ ഇതേ വിളക്ക് ഒരെണ്ണം കഴുകാൻ വെച്ചതിന് മറ്റേത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം സംക്രാന്തി പണിയാണെങ്കിൽ നല്ല തിരക്കാണെന്ന്. അപ്പോൾ അതാ പൂജാ റൂമൊക്കെ നല്ല വൃത്തിയാക്കി, ഫോട്ടോസൊക്കെ നന്നായി തുടച്ച്. ഇന്ന് നേരത്തെ വിളക്ക് വെക്കണമല്ലോ, അപ്പോൾ നേരത്തെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ വിളക്ക് വെച്ചു. വിളക്കൊക്കെ കഴുകി നല്ല ഭംഗിയാക്കി നേരത്തെ വിളക്ക് വെച്ചിട്ടുണ്ട്. ശ്രീരാമസ്വാമി സീതാദേവിയാണ്. കണ്ണൻ്റെ മരിപ്പിയിലായിരുന്നു ശ്രീരാമസ്വാമിയുടെ മുഖം ചെറുതായിട്ട് മറിഞ്ഞിരിക്കുക. ഒരു പശുവും കിടാവുണ്ട് കേട്ടോ, പശുവും കുട്ടി. മേലൊക്കെ ഭസ്മം തൊടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, തുടച്ചിട്ട്. അപ്പോൾ തുടച്ചിട്ടുണ്ട്. കട്ടിലേമയൊക്കെ വാതിന്മേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട് ഡോറും പിന്നെ കിച്ചൻ്റെ ഡോറ് വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഡോറുമേ കേട്ടോ. അങ്ങനെ നമ്മുടെ അനന്തമോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ. എന്നെ കണ്ട അവൻ അമ്മ വിളിക്കുക. ആദ്യമായിട്ട് വിളിക്കണ കാണുന്ന പോലെ ഇന്ന് രാവിലെ അമ്മ അത് വിളിച്ചാലേ സമാധാനമുള്ളൂ. എനിക്കാ വിളിക്കൊക്കെ ഒത്തിരി ഇഷ്ടമ്മ. പിന്നെ എല്ലാവർക്കും രാമായണ മാസം ആശംസിച്ചോളൂ. എല്ലാവർക്കും രാമായണ മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും രാമായണ ദിന ആശംസകൾ. കഴിഞ്ഞ ഭഗവത്ഗീത ചൊല്ലി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അവൻ. ഭസ്മകുരിയൊക്കെ തൊട്ട് നാമം ചൊല്ലി കഴിഞ്ഞു, ഭഗവത്ഗീത ചൊല്ലി കഴിഞ്ഞു. അപ്പം അതാണ് അവൻ ഇരിക്കണേന്ന്. ഫുൾ ഇരിപ്പിലാണ്. ഇതാണ് അന്തൂൻ്റെ ഇരിപ്പ് രൂപം. നമ്മുടെ കുട്ടിയുടെ ചക്കര കുട്ടിയുടെ അല്ല മുത്തേ. അപ്പം ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എനിക്ക് എന്താ പറയുക, പണികളായിരുന്നു ഇന്ന് ഫുള്ള്. രാവിലെ തൊട്ട് ഓരോരോ കാര്യങ്ങൾ. വീടും അതാ ട്രെയിനിൻ്റെ സൗണ്ട്, തീവണ്ടി. കൽക്കണ്ടല്ല, കൽക്കരി തിന്നും തീവണ്ടിന്നാ. ഇപ്പൊ കൽക്കരി ഒന്നല്ല, ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയോളാ. മതി മതി കൊഞ്ചല്. അയ്യടാ. അപ്പം ഇന്ന് ഒത്തിരി പണികളുണ്ടായിരുന്നു, ഒരുപാട് പണികളായിരുന്നു തൊട്ട്. രാവിലെ തൊട്ട് വീട് മൊത്തം വൃത്തിയാക്കി ഉണ്ടായിരുന്നു. നമ്മൾ ആളെ നിർത്തി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാതിലൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ മിറ്റം 4 പറടിക്കുക, ഉള്ള അണ്ടകളൊക്കെ കത്തിക്കുക, അതായത് വേസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ വാതിൽമ ഭസ്മം തൊടിക്കല് നേരത്തെ വിളക്ക് വെച്ചു. സംക്രാന്തി ഫലം തുടങ്ങിയല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് സംക്രാന്തി ഫലം തുടങ്ങി. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് നാളെ രാവിലെ ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ എരിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. ഞാൻ കൊടുക്കട്ടെ. ബൈ.